നല്ല ടേസ്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് നീളനെ കട്ട് ചെയ്ത് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വരാം. നല്ലോണം കഴുകി എടുക്കണം. ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും ചതയ്ക്കാനുള്ള സാധനങ്ങൾ ചതച്ചെടുക്കാം. 2 ചുവന്ന മുളകും 3 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചെടുത്തിട്ട് വരാം. 1/2 സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം വെന്തുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. 1 ടീസ്പൂൺ കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്യാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിട്ട. കൈ വെച്ച് ഇതാക്കണ്ട, പൊട്ടിപ്പോവും. ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കാം. കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്ത് അതേ ബൗളിലേക്ക് തന്നെയാട്ടാ. ഇതിൽ കോൺഫ്ലോർ ഇല്ല. നമ്മൾ ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ അരിപ്പേന്ന് അടിയിലായ ആ മാവ് മാത്രമേ ഉള്ളൂ. 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ അരിമോദകം കയ്യിലൊന്ന് തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡ, വെളുത്തുള്ളിയും മുളകും ചതച്ചത് ഇതിൽ ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കരിവേപ്പിലയും മല്ലിയിലയും ഇതിലിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടിയിലുള്ള ബാറ്ററാക്കി എടുക്കാം. പാകത്തിന് വേണട്ട മാവ് കുഴച്ചെടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കണ ഓരോ ഉരുളക്കിഴങ്ങ് ഇതിലിട്ടിട്ട് ഒന്ന് മാവ് കോട്ട് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും ആവണനുസരിച്ച് നമുക്ക് തിരിച്ച് മറിച്ചു വിടാം. ഓൾറെഡി ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ മുകളിലത്തെ ബാറ്റർ മാത്രം നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഫസ്റ്റ് ഇട്ടതൊക്കെ ആയി നമുക്ക് കോരി മാറ്റാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം.